5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ PV അൻവർ എയറിലായോ? ഒരു വല്ലാത്തൊരു ചോദ്യമാണത്. കാരണം അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. വളരെ നിസ്സഹായനായിട്ടാണ്, പഴയ ശൗര്യവും ബഹളവും ഒന്നുമില്ലാതെ വളരെ നിസ്സഹായനായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഉള്ള പണമെല്ലാം പല രൂപത്തിൽ, കേസിൻ്റെ രൂപത്തിലും ഉള്ള അസറ്റ് എല്ലാം പല കോർട്ട് അറ്റാച്ചഡും പല രൂപത്തിലേക്ക് നിൽക്കുന്നു. മത്സരിക്കാൻ ഒരു പണവും കയ്യിലില്ല. അതിന് മത്സരിക്കണോ വേണ്ട, അതുകൊണ്ട് മത്സരിക്കുന്നില്ല. എന്തായാലും വി.ഡി. സതീശൻ ഉള്ളിടത്തോളം കാലം, പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നിടത്തോളം കാലം UDF-ലേക്കും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബേപ്പൂരിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് മലമ്പുഴയിലോ ഒക്കെ പോയി മത്സരിക്കാൻ പറഞ്ഞു. അല്ലാതെ ഷുവറായിട്ടുള്ള സീറ്റ് പോലും കൊടുക്കാൻ, 91 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഷുവറായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു സീറ്റ് പോലും എനിക്ക് തന്നില്ല, ഇപ്പോഴല്ല ഭാവിയിലേക്ക് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി അൻവർ ഇത് ചെയ്യുകയുണ്ടായി. കാരണം ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, അൻവറിൻ്റെ നാവ്, അദ്ദേഹം പലപ്പോഴും പറയുന്നത് ചിലപ്പോൾ സത്യസന്ധമായിരിക്കും, ശരിയായ കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ വളരെയധികം തുറന്നടിച്ച് ആരെയും വിറപ്പിക്കുന്ന, പെട്ടെന്ന് ദേഷ്യക്കാരെ ഉണ്ടാക്കുന്ന, പെട്ടെന്ന് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന സംസാരം പലപ്പോഴും അദ്ദേഹത്തിനുണ്ടാവും. വി.ഡി. സതീശനെ കുറിച്ച് പറഞ്ഞതായിട്ടെ, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച്, അങ്ങനെ പല രൂപത്തിലുണ്ടായി. പക്ഷേ ഇപ്പോൾ എന്തായാലും അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയില്ല. അതിനകത്ത് 2-3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ രാഷ്ട്രീയത്തിൽ ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ ഇനി അൻവറിൻ്റെ മുന്നിലുള്ള വഴികൾ, അൻവറിന് വഴി അടഞ്ഞിട്ടില്ല, അൻവറിന് നല്ല വഴികളുണ്ട്. കാരണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നാഷണൽ തലത്തിൽ ബംഗാളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. മമതാ ബാനർജി ഒക്കെ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇദ്ദേഹം രാജ്യസഭ MP ആവുക, ഇവിടെ നിന്ന് നമ്മുടെ പശ്ചിമ ബംഗാളിൽ നിന്ന് രാജ്യസഭ അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭ MP ആവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരവും പണവും സംവിധാനങ്ങളും ഉണ്ടാവും. ഏത് പാർട്ടിയുടെ MP ആയാലും MP-ക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. പ്രത്യേകിച്ച് നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളെ പുറത്ത് നല്ല സ്വാധീനം ചെലുത്താൻ പറ്റും. മുതലാളിമാരുടെ ഭാഗത്തുമൊക്കെ നല്ല സ്വാധീനം ചെലുത്താൻ പറ്റും. അങ്ങനെ MP ആയതിനു ശേഷം അദ്ദേഹം കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കുക, അദ്ദേഹം മത്സരിക്കണമെന്നല്ല, മറ്റാരെങ്കിലും മത്സരിപ്പിക്കുകയാണെങ്കിൽ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുക. പിന്നെ അദ്ദേഹം നിശബ്ദമായി എന്ന് വിചാരിക്കുക. നിശബ്ദമായതുകൊണ്ട് ജനങ്ങൾ ഷൗക്കത്തിനെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക. കാരണം PV അൻവറിനെ ഇങ്ങനെ UDF കൈകാര്യം ചെയ്തതിൽ വിഷമിച്ചുകൊണ്ട് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുന്ന സാഹചര്യം വന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ കലുഷിതമാകും. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ 3 പ്രാവശ്യം ഇലക്ഷൻ ക്യാമ്പയിനർ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഉമാ തോമസിനെയും, അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെയും, അതുപോലെ പിന്നെ നമ്മുടെ പാലക്കാട് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിനെയൊക്കെ ജയിപ്പിച്ചു എടുത്തതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സതീശൻ്റെ രാഷ്ട്രീയ ഭാവിയിലും പ്രശ്നമുണ്ടാകാം. ചിലപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ചേക്കാം. അങ്ങനെ വന്നാൽ അൻവറിനെ വീണ്ടും UDF-ൽ എടുത്തേക്കാം. കാര്യം ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇന്നലെ പറഞ്ഞതെന്നോ ഇന്ന് പറഞ്ഞതെന്നോ ഇന്നലെ എവിടെ നിന്നെന്നോ ഇന്നെവിടെ നിന്നെന്നോ എന്നുള്ളത് പ്രസക്തമല്ല. എന്ത് അത്ഭുതങ്ങളും സംഭവിക്കാം. സംഭവിക്കുന്നതൊന്നും അത്ഭുതവുമല്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് സമവാക്യവും എപ്പോഴും രൂപപ്പെടാം. ഞാനീ പറഞ്ഞതുപോലെ MP ആയി മാറി, രാജ്യസഭ MP ആയി മാറി അൻവർ കൂടുതൽ കരുത്തനായേക്കാം. അദ്ദേഹത്തിന് ഒരു വലിയ കരുത്തുണ്ടാകാൻ പറ്റും. അതുപോലെ ആരെങ്കിലും ഒരു നാമമാത്രമായി ഒരാളെ നിർത്തി പേരിന് വേണ്ടി ഒരാളെ നിർത്തി എത്ര വോട്ട് കിട്ടുമെന്ന് പരിശോധിക്കുകയും ചെയ്യാം. പക്ഷെ അൻവർ നിൽക്കുന്നത് പോലെ മറ്റൊരാൾ നിന്നാൽ എത്ര വോട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ അവസാനം നിൽക്കുന്ന ആളിന് വോട്ട് കുറഞ്ഞു പോയത് കൊണ്ട് പിന്നെ അൻവറിൻ്റെ ബാക്കി ഭാവിയും പ്രശ്നമാകാൻ പാടില്ലല്ലോ. അടുത്ത ഭാഗമെന്ന് പറയുന്നതാണ്, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഭാഗമാണ് വി.ഡി. സതീശൻ്റെ ഭാവിയും ഇതിനകത്ത് കണക്ട് ചെയ്ത് നിൽക്കുന്നു. അവിടെ അൻവർ പിന്മാറുകയും അല്ലെങ്കിൽ അൻവർ സൈലൻ്റ് ആവുകയും ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയും ചെയ്താൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരുപക്ഷെ വി.ഡി. സതീശനിൽ ഫിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. കൂടെ നിൽക്കുന്നവർക്ക് സുധാകരനായാലും മറ്റുള്ള KC വേണുഗോപാലിനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും ഇപ്പോഴത്തെ KPC പ്രസിഡന്റിനായാലും പെട്ടെന്ന് വി.ഡി. സതീശൻ്റെ പുറത്ത് ഇത് ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി മോഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇടിവ് വന്നേക്കാം. കാരണം അദ്ദേഹത്തിന് പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ അദ്ദേഹം ഒരു വൈകാരിക ബലമത്തിൽ ചിന്തിച്ച് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ രാജിവെച്ചാൽ പിന്നെ അതും സംഭവിച്ചേക്കാം. അപ്പോൾ ഇങ്ങനത്തിലുള്ള ഒരുപാട് സമവാക്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അസ്ഥാനത്ത്, അസമയത്ത്, പലർക്കും അനിഷ്ടമുണ്ടായ സമയത്ത് കയറി വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ BJP അവർ ഇതുവരെ അതിനകത്തൊരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അവർക്കൊരു കാൻഡിഡേറ്റ് ഉണ്ടാവും എന്നാണ് അറിയുന്നത്. കാരണം അവർ എത്ര വോട്ട് പിടിച്ചാലും അവർ കാൻഡിഡേറ്റ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അവർ സ്വതന്ത്രരെയൊക്കെ തേടുന്നുണ്ട്. എന്തായാലും അവരുടെ കാൻഡിഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ സ്വരാജ് വന്നതോടുകൂടി, സ്വരാജിന് പലതരത്തിലുള്ള അപ്പർ ഹാൻഡുള്ള ആളാണ്. പക്ഷേ എങ്കിലും സ്വരാജിന് ചില ബാക്ക് പോയിന്റ്സുകളുമുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻ യുദ്ധത്തിൽ ചില കമൻറ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം കുറച്ച് നേരം എയറിലൊക്കെ നിന്നു, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് സ്വരാജിനും അത്തരം ചില പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഷാജി, നമ്മുടെ ലീഗിലെ KM ഷാജിയൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം രാജ്യദ്രോഹിയാണ്, പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആളെന്ന് പറഞ്ഞ് ഷാജിയൊക്കെ ചാടി വന്നിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളും സ്വരാജിൻ്റെ ചില നിലപാടുകൾ സ്വരാജിന് ജനങ്ങളെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അൻവറിൻ്റെ ഭാവി എങ്ങനെയാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനായി തന്നെ നമ്മുടെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാറുന്നു എന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ആര്യാട ഷൗക്കത്തിൻ്റെ ഭാവി, അങ്ങനെ പല കാര്യങ്ങൾ, പിന്നെ സ്വരാജിൻ്റെ ഭാവി, സ്വരാജ് തോറ്റുപോയാൽ സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി, തൃപ്പൂണിത്തറയിലും തോറ്റു, ഇവിടെയും തോറ്റാൽ സ്ഥിരമായി നമ്മുടെ ജയിക്കിനെ പോലെ തോൽക്കുന്ന രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പേര് കിട്ടും, ചെറിയാൻ ഫിലിപ്പിനെയൊക്കെ പോലെ. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എങ്ങോട്ടാണ് ഈ വാഹനം പോവുക എന്നറിയില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും അന്യവുമല്ല, ആരും അന്യരുമല്ല.